ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും അടിച്ചു പൊളിച്ചോ? ക്രിസ്മസ് കഴിഞ്ഞ് നമ്മുടെയൊക്കെ വീട്ടിൽ ധാരാളമായി കണ്ടുവരുന്ന ഒന്നാണല്ലേ പ്ലം കേക്ക്. വളരെ സുലഭമായിട്ടുണ്ടാകും. ഇനി ഒരു ന്യൂ ഇയർ തീരുന്നവരെ എല്ലാവരും വീടുകളിൽ പ്ലം കേക്ക് ഉണ്ടാകും. അപ്പോൾ നമ്മൾ കഴിച്ച് ഈ പ്ലം കേക്ക് മടുത്ത് കാണുമായിരിക്കുമല്ലേ, ഇങ്ങനെ സ്റ്റോക്കായിട്ടിരിക്കുക, തീരുന്നില്ല. അങ്ങനെയുള്ളൊരു പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി നമ്മുടെ പ്ലം കേക്ക് കൊണ്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ് കേട്ടോ. പ്ലം കേക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ അടുപ്പിച്ച് കഴിക്കുമ്പോൾ നമുക്ക് തലയ്ക്കൊരു മത്ത് പിടിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഷേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, വീട്ടിൽ ഈ സാധനം പെട്ടെന്ന് തീരുകയും ചെയ്യും, ആരും കഴിച്ചില്ല എന്നുള്ളൊരു പരാതിയും വേണ്ട. അപ്പം നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാം എന്നൊന്ന് നോക്കാം കേട്ടോ. ആദ്യമായിട്ട് തന്നെ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പ്ലം കേക്കാണ്. അതിപ്പോൾ ഏത് വേണേലും നമുക്ക് എടുക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള പ്ലം കേക്ക് ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം. അതിന് പ്രത്യേകിച്ച് ഇന്നത് എടുക്കണം അങ്ങനെയൊന്നുമില്ല, ഏത് വേണേലും എടുക്കാം. ശേഷം നമ്മളതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാനിവിടെ ഒരു ഏത്തപ്പഴത്തിൻ്റെ പകുതി കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത്തപ്പഴം അല്ലെങ്കിൽ ഞാലിപ്പൂവൻ പഴം എടുക്കാം, റോബസ്റ്റ പഴം എടുക്കാം, ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏത്തപ്പഴമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആ കേക്കിൻ്റെ ആ ഒരു കുത്ത് മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് പഴം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ പഴം ഒന്ന് അരിഞ്ഞതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ശേഷം പിന്നെ നമുക്കിതിൽ മെയിനായിട്ട് വേണ്ടത് മിൽക്കാണല്ലോ, അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ മധുരം ഇപ്പം മിക്സിയുടെ ജാറിലിട്ടത് ഷേക്ക് അടിക്കുമ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അതൊന്ന് ജസ്റ്റ് അടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ മധുരം എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. മധുരം ഉണ്ടെങ്കിൽ നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. ഇപ്പം നല്ല മധുരം വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ആഡ് ചെയ്ത് തന്നെ മിക്സിയുടെ ജാറിലിട്ട് അടിക്കാം കേട്ടോ. ഞാനിപ്പോൾ അതിന് ശേഷം ഒന്ന് നോക്കിയിട്ട് മാത്രമാണ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്കിവിടെ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ഹണി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാം കേട്ടോ. ഹണി ഒഴിച്ച് നിങ്ങൾക്ക് ഷേക്ക് അടിക്കാം. ഞാനിപ്പോൾ ഇവിടെ എങ്ങനെയാണ് മധുരം എന്ന് ഒന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിനായിട്ടുള്ള പാലും കൂടെ ഒഴിക്കുക കേട്ടോ. കാരണം ഇത് നല്ല ഷേക്ക് കുറച്ച് തിക്കാണ്, എന്നാലും തിക്നെസ് കൂടാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അടിച്ചതിന് ശേഷം വീണ്ടും പാൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഏത്തപ്പഴം അതിലേക്കൊന്ന് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ശേഷം ഇനി നമ്മൾ പാലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇതൊരു 2 മിനിറ്റ് അത്രത്തിൻ്റെ ആവശ്യമേ പെട്ടെന്ന് തയ്യാറാക്കാൻ, വളരെ ടേസ്റ്റിയാണ്. ഈ പ്ലം കേക്ക് കേക്കായിട്ട് തന്നെ കഴിച്ച് മടുത്തവർക്ക് ഷേക്കായിട്ട് കുടിക്കാം. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും ഉണ്ടാക്കി കൊടുക്കാം. പെട്ടെന്ന് ഇത് കൊടുക്കുമ്പോൾ എന്താണെന്നുള്ള ഷേക്ക് ആണെന്ന് പോലും അവർക്ക് മനസ്സിലാവില്ല. വളരെ ടേസ്റ്റിയാണ്. ഇതേ കണ്ടോ, അപ്പോൾ ഇത് നമ്മൾ ജാറിലിട്ട് അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ശേഷം ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മധുരം കുറവാണ്. അപ്പോൾ ഇതേ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സിയിലിട്ട് അടിച്ചു കേട്ടോ. ഇത് നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, യമ്മിയാണ്. കണ്ടോ, നല്ല തിക്കായിട്ടാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ടാണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഐസ്ക്രീം ഇടാം. ക്യാഷ് നട്ട്സൊക്കെ ഓൾറെഡി കേക്കിൽ തന്നെ ഉള്ളപ്പം പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി റിച്ച് ആയിട്ട് എടുക്കണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓൾറെഡി ഇതിലെല്ലാം തന്നെ ഉണ്ട്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കേക്ക് കഴിക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും ബായ്.